ജീവിതത്തിന്റെ ഓരോ സ്റ്റേജ് ആണല്ലോ. ആദ്യം കല്യാണം, പിന്നെ കുട്ടികൾ, പിന്നെ വീട്. അപ്പൊ നമ്മളും ആ താളത്തിൽ തന്നെ പോകുന്നു. പണ്ടത്തെ വീടുകളൊക്കെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതിലേക്ക് എത്തിയതാണ്. Now I like India. You like it here? I like it in Qatar and India. You like it Qatar and India? Hello and welcome back to yet another series of Marble Galleries home tour. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കുന്നമംഗലത്താണ്. സോ ഈ എൻ്റെ ജസ്റ്റ് ബാക്കിൽ നിങ്ങൾ കണ്ടറിയാം, അടിപൊളി ഒരു റൂഫിംഗ് കാണാം. അതേപോലെ ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ മെറ്റീരിയൽ എടുത്തേക്കുന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവുമല്ലോ. മാർബിൾ ഗാലറിയുടെ ഇമ്പോർട്ടഡ് തെഹാസ് ബോർഹ റൂഫാണ്. അത് മാത്രമല്ല ലോട്ട് ഓഫ് ഇമ്പോർട്ടഡ് ഫ്ലോറിങ്ങും കൂടി നമുക്കിവിടെ സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. സർ, വെൽക്കം ടു മാർബിൾ ഗാലറി. സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എൻ്റെ പേര് മുഫ്ലിൻ. ഞാൻ ഇവിടെ കോഴിക്കോട് കുന്നമംഗലം പടനിലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ഖത്തറിലാണ്. ഖത്തറിലൊരു ലോജിസ്റ്റിക് കസ്റ്റംസ് ക്ലിയറൻസ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. സാർ ഇപ്പോൾ എൻറ്റയർ ഫാമിലി അവിടെ സെറ്റിൽഡ് ആണോ ഖത്തറിൽ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വീട് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു? ജീവിതത്തിന്റെ ഓരോ സ്റ്റേജ് ആണല്ലോ. ആദ്യം കല്യാണം, പിന്നെ കുട്ടികൾ, പിന്നെ വീട്. അപ്പൊ നമ്മളും ആ താളത്തിൽ തന്നെ പോകുന്നു. ഓക്കെ. സോ ഈ ഒരു പ്ലാനിങ്, സാറിൻ്റെ ഒരു വീടിൻ്റെ ഒരു പ്ലാനിങ് സാർ നേരത്തെ പറഞ്ഞു, സാർക്ക് ഒരു ഡിസയർ ഉണ്ടായിരുന്നു, അത് നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? വീടിന്റെ ഡിസയർ എന്ന് പറയുമ്പോൾ, ഒരിക്കൽ ഞാനും വൈഫും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നടുമുറ്റുള്ള ഒരു വീട് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ ഒരു തറയെല്ലാം കെട്ടി. പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ പണിയെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു കേരള ടച്ച്, നാടൻ ടച്ച് ഉള്ളതും പിന്നെ ഒരു യൂറോപ്യൻ ടച്ചുള്ള ഒരു വീടുമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു മിക്സ്ഡ് ആകണം അല്ലേ? ഒരു മിക്സ്ഡ് ട്രഡീഷൻ വിത്ത് യൂറോപ്യൻ ടച്ച്. അതെ അതെ. ഓക്കെ. അപ്പൊ ഈ ഒരു പ്ലാനിങ്ങിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസൈൻ നേച്ചർ ആർക്കിടെക്ട്സ്, എനിക്ക് തോന്നുന്നു ഡിസൈൻ നേച്ചർ ആർക്കിടെക്ചറാണ് ഈ ഒരു വീട് ചെയ്തേക്കുന്നത്. ആർക്കിടെക്ട് സജിത്താണ്. അപ്പൊ അവരുടെ ഒരു ജേർണി എങ്ങനെയായിരുന്നു സാറായിട്ട്? ആർക്കിടെക്ട് സജിത് സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഷാനവാസ് ആണ്. ഓക്കെ. അവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ശേഷം ഞാൻ അവർക്ക് എൻ്റെ എല്ലാ ടേസ്റ്റുകളും പിന്നെ അവർക്ക് വിശദമാക്കി കൊടുത്തു. എനിക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വീടിൻ്റെ എന്താണ് നാച്ചുറായിട്ട് കൂടുതൽ ഏകിച്ചേരുന്ന രീതിയിൽ വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടൻ സ്റ്റൈലും വേണം, അതേപോലെ യൂറോപ്യൻ ടച്ചും വേണം. ഇതെല്ലാം ഞാൻ പറഞ്ഞു, വിശദമാക്കി കൊടുത്തു. കുറച്ച് ടൈം എടുത്ത് തന്നെ വിശദമാക്കി കൊടുത്ത് പിന്നീട് എനിക്കത് പിന്നെ ഞാൻ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് പുള്ളിക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. സോ ഒരു ഇന്റർഫിയറൻസ് പിന്നെ ആവശ്യം വന്നില്ല. സാറിന് ഫുൾ ഐഡിയ സാർ പറഞ്ഞു, പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തു. ഷംന മാം, സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്തപ്പോൾ ഒരു വന്ന തോട്ടാണ് ഈ നടുമുറ്റം. ഓക്കെ. സോ നടുമുറ്റം മാത്രമുള്ളൂ മാമിന് ഈ ഒരു വീടിന്റെ വേണ്ടത് എന്തായിരുന്നു? നടുമുറ്റം ഒരാവശ്യമായിരുന്നു, രണ്ടാമത്തത് ഓപ്പൺ കിച്ചൺ. അപ്പോൾ എന്തുകൊണ്ട് ഈ നടുമുറ്റം വേണമെന്ന് നിങ്ങൾ രണ്ടുപേരും തിങ്ക് ചെയ്ത്? അത് ഞാൻ സാറോട് ചോദിച്ചില്ല, ഒരു മാമിനോട് ചോദിക്കണം. പണ്ടത്തെ വീടുകളൊക്കെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതിലേക്ക് എത്തിയതാണ്. അപ്പോൾ ട്രഡീഷണലി ഒരു വീട് വേണം, അപ്പോൾ അതിനൊരു നടുമുറ്റം എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ സാർ, അടുത്തത് മെറ്റീരിയൽ സെലക്ഷൻ. സാർ എങ്ങനെയാണ് മാർബിൾ ഗാലറി എത്തിപ്പെട്ടത്? മാർബിൾ ഗാലറി എത്തിപ്പെട്ടത് സജിത് സാർ തന്നെ പറഞ്ഞിട്ടാണ്. കാരണം നമ്മളുടെ ഒരു ഡിസൈൻ അനുസരിച്ചുള്ള വീടുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കിട്ടേണ്ടതുണ്ട്.
അപ്പം കുറേയൊക്കെ കൊളോണിയൽ ടൈപ്പ് ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഇമ്പോർട്ടഡ് ടൈലുകൾ ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സാറിന് അപ്പം അങ്ങനത്തെ സാറിന് ആഗ്രഹിച്ച ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സാറിന് മാർബിൾ ഗാലറി കിട്ടിയിരുന്നോ? തീർച്ചയായും ആണ്. ഓക്കെ. അതേപോലെ സാറിന് എനിക്കൊന്ന് ഇമ്പോർട്ടഡ് ആണ് സാറിന്റെ ഫ്ലോറിംഗ്. അതെ, അത് ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡ് സ്പെയിനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സെർഗൻ ആണ് സാർ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ സാറിന് ഇവിടെ വാഷ് ബേസിൻ ഏരിയ ആണെങ്കിലും ശരി, കുറേ ഏരിയ സാർ ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു ഡിസൈനിന് സൂട്ട് ചെയ്യാൻ സാർ എടുത്തത്. സാറിന് സർവീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മാർബിൾ ഗാലറി? സർവീസ് നമ്മളെ പ്രിൻസി ആയിരുന്നു മാർബിൾ ഗാലറി ഹാൻഡിൽ ചെയ്തത്. ഓക്കെ. വളരെ നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ. സോ സാർ വളരെ ഹാപ്പിയാണ്. ഓക്കെ. So, tell me your names. Zoya, Ah. Hava, Tanlu. Tanlu and little one? Hava. Hawa. Oh my God. Where are the fishes, Hawa? Let me see that. Okay. So tell me, did you like the new house? Yeah. You like it here or you like it in Qatar? Qatar and India. Now I like India. You like it here? I like it in Qatar and India. You like it Qatar and India? Qatar and India. Okay. So no, which do you like more? So did you like your rooms? Yes. Yeah? You liked it? Yeah. So tell, we loved our home. We loved our home. Oh, we loved our home. So thank you so much for watching Marble Gallery. Home.